ഞാൻ ഈ സമൂഹത്തിനോടാണ് പറയുന്നത്. ഇപ്പൊ ഞാൻ 5 മണിക്ക് രാവിലെ എണീറ്റ് കുളിച്ച് ട്യൂഷന് പോയി, അവിടുന്ന് നേരെ BEd കോളേജിൽ പോയി പഠിച്ച് അവിടുന്ന് വീട്ടിൽ വരാതെ രാത്രി പിന്നെ അടുത്ത ട്യൂഷൻ പോയി എടുത്ത് രാത്രി 8 മണിക്ക് വന്നിട്ട് വീണ്ടും BEdന്റെ എല്ലാ വർക്കും എഴുതിയെടുത്ത് അങ്ങനെ ജോലി ചെയ്ത് ജീവിച്ച ഒരാളെ നിങ്ങൾ വേണ്ടിന്ന് പറയരുത്. അത് സീരിയസ് ആയിട്ട് ഭയങ്കര മോശമാണ്. കാരണം ഞാൻ അത്രയ്ക്ക് കഷ്ടപ്പെട്ട് ഞാൻ എൻ്റെ ജീവിതം അങ്ങനെ കഷ്ടപ്പെട്ടാ ജീവിച്ചത്. ഞാൻ ഒരു മുന്നിൽ കരഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ എല്ലാവരും എന്നെ വെടിയെന്നാ വിളിക്കുന്നത്. ഞാൻ എത്ര കഷ്ടപ്പെട്ടാ ജീവിതം. അത്ര കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ താങ്കൾ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്തിനാ? സെക്സുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ലേ, 10 പേരുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ചിട്ടും ഇതിനെ കുറിച്ചിട്ടൊക്കെ. ഇത് ഇങ്ങനെയുള്ള ഇന്റർവ്യൂകളിലൂടെ വന്ന് പറയുമ്പോൾ ജനങ്ങൾ അതിനെ വേറൊരു കണ്ണിലൂടെ കാണില്ലേ? പിന്നെ കണ്ണുനീര് കണ്ടപ്പോൾ സത്യത്തിൽ ആളുകൾക്ക് ചിരി വന്നു എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയോ? ഷിംജിത എന്ന ആ ഒരു സ്ത്രീ കാരണം മരണപ്പെട്ടു പോയ ദീപക് എന്ന് പറയുന്ന വ്യക്തിയുടെ അമ്മയുടെ കണ്ണുനീര് കണ്ടുകൊണ്ട് തമ്മിൽ എന്ന ഷോയിലൂടെ ആ അമ്മയുടെ കണ്ണുനീര് വറ്റുന്നതിന് മുൻപ് തന്നെ എന്ത് ഊളത്തരമാ വിളിച്ചു പറഞ്ഞത്. ആ ഊളത്തരം ഒരു മനുഷ്യനും ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് ആദ്യം ശ്രീലക്ഷ്മി അറക്കൽ ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. നിങ്ങളെ വെടി എന്ന് വിളിക്കുന്ന വാക്കിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. പക്ഷെ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് ആരാണ് എന്ന് സ്വയം ഒന്ന് മനസ്സിലാക്കുക. അത്ര എനിക്ക് പറയാനുള്ളൂ.